അവസാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. കർത്താവിൻ്റെ പീഡാസഹനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ലത്തീൻ വായനയിൽ കർത്താവിൻ്റെ പീഡാസഹന വേള വായിച്ചുകൊണ്ട് അവസാന ഞായറാഴ്ച വലിയ ആഴ്ചയിലെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിനുള്ള സ്ഥാനം പരിശോധിക്കുവാനും ഏറ്റവും അടുത്ത് ഈശോയെ അനുഗമിക്കുവാനും യേശുവിന് വേണ്ടി ജീവിക്കുവാനും വലിയൊരു പ്രചോദനവും സന്ദേശവും ഈ വലിയ ആഴ്ചയിൽ കർത്താവ് നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് അവസാന ഞായറാഴ്ച ആചരിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ അവസാന ഞായറാഴ്ച നമ്മൾ ആചരിക്കുന്നതിൻ്റെ പിന്നിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സമാധാനത്തിന്റെ രാജാവായി കടന്നു വന്ന യേശു നൽകുന്ന സമാധാനത്തിന്റെ സന്ദേശം അത് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇടയ്ക്കൊക്കെ ചില സന്ദേശങ്ങളൊക്കെ വരാറുണ്ട്. ദുഃഖ ശനിയാഴ്ചയുടെ മുമ്പത്തെ ദിവസം ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ സന്ദേശം. നിങ്ങൾ എൻ്റെ പള്ളിയിലേക്ക് വരുന്നോ, ഞങ്ങൾക്കൊരു കഴുത ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, തികച്ചും അർത്ഥവത്തായ ഒരു സന്ദേശമാണ്. ഈ ദിവസങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ ചിലതിലൊന്ന് മാത്രമാണത്. കർത്താവിന് കയറി പോകാനായിട്ട് ഒരു കഴുത ആവശ്യമുണ്ട്. ഈ അവസാന ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കഴുത തന്നെയാണ്. യേശുവിനെ വഹിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാൻ യേശു തന്നെ തയ്യാറാക്കിയ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു കഴുത. യേശുവിന് ജെറുസലേമിലേക്ക് പ്രവേശിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ശരിക്കും ഈശോയുടെ അപ്പസ്തലന്മാരും ശിഷ്യന്മാരും പ്രതീക്ഷിക്കുന്നത് ദാവീദിന്റെ രണ്ടാമത്തെ ആഗമനമായി, അല്ലെങ്കിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ വീണ്ടും കടന്നു വരുന്ന ഇസ്രായേലിനെ രാഷ്ട്രീയമായിട്ട് ഭരിക്കാൻ പോകുന്ന ഒരു നേതാവ്, ഒരു രാജാവ് എന്ന നിലയിലാണ്. ആ ഒരു നിലയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. കാരണം ഇസ്രായേലിന്റെ രാജാവുമായി അവർ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഭൗതികമായ ഒരു രാജാവായിട്ട് യേശുവിനെ കണ്ടുകൊണ്ടാണ് ഈശോയുടെ കൂടെ അപ്പസ്തലന്മാരൊക്കെ കൂടുന്നത്. നമ്മളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം അതൊരു ആത്മീയമായിട്ടുള്ള സത്യമായിട്ടാണോ, അല്ലെങ്കിൽ ആത്മീയ മേഖലയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണോ, അതോ ഒരു ഭൗതികമായിട്ടുള്ള രാജാവും ദൈവവുമായിട്ടാണോ നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നത്, യേശുവിനെ അംഗീകരിക്കുന്നത്? ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ പറയാറുണ്ട്, അച്ഛാ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് ഭൗതികനായ നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ദൈവമായിട്ടാണെങ്കിൽ ശരിക്കും നമ്മുടെ ചിന്തയിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മൾ പരാജയപ്പെട്ടവരാണ്. ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു ദൈവം, രാഷ്ട്രീയമായും ഭൗതികമായും മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു രാജാവിനെ, അങ്ങനെ ഒരു ദൈവത്തെ അല്ല യേശുവിന് നമ്മൾ കണ്ടുമുട്ടുക. പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശു കടന്നു ചെന്നത്, ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഇസ്രായേലിനെ ഭരിക്കാൻ വേണ്ടിയല്ല, രാഷ്ട്രീയമായിട്ട് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ വേണ്ടിയല്ല, സമാധാനത്തിന്റെ രാജാവായിട്ടാണ്. അതുകൊണ്ടാണ് ഒരു കഴുതക്കുട്ടിയെ യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയ ഉപകരണമായി തിരഞ്ഞെടുക്കുന്നത്. കഴുതയ്ക്ക് ഇന്നുള്ള വിലയല്ല അന്നുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കഴുത എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധി കുറഞ്ഞ മൃഗമായി, ഏറ്റവും കഴിവ് കുറഞ്ഞ മൃഗമായി, അല്ലെങ്കിൽ ഏറ്റവും തമാശയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കളിയാക്കുന്ന ഒരു മൃഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ കഴുതയുടെ സ്ഥാനം ഭരണകാലത്ത് കഴുതയ്ക്ക് ഒത്തിരിയേറെ സ്ഥാനമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർത്താവ് ജീവിച്ചിരുന്ന ഇസ്രായേൽ, ഈജിപ്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് സമാധാനത്തിന്റെ പ്രതീകമായിട്ടാണ് കഴുതയെ ഉപയോഗിച്ചിരുന്നത്. ഒരു രാജാവ് കഴുതപ്പുറത്ത് കയറി ശത്രു രാജ്യത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നതല്ല, സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു രാജാവിനെ ആരും ആക്രമിക്കാൻ പാടില്ല, അങ്ങനെ ഒരു രാജാവിനെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. ശത്രു രാജ്യത്തേക്ക് ഒരു രാജാവ് കഴുതപ്പുറത്ത് പ്രവേശിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആ രാജാവ് സമാധാന ഉടമ്പടി സ്ഥാപിക്കാനായിട്ട് കടന്നു വരുന്ന. ശരിക്കും അപ്പസ്തലന്മാർ വിചാരിക്കുന്നത്
യേശുവിന്റെ കൂടെ വന്നവർ പ്രതീക്ഷിക്കുന്നത് ജെറുസലേമിലേക്ക് ക്രിസ്തു പ്രവേശിക്കുന്നത് ഒരു വിപ്ലവത്തിന് വേണ്ടിയാണ്. അവിടെയുള്ള സകല സംവിധാനങ്ങളെ തകർത്ത് കളഞ്ഞ് അവിടെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത്. എന്നാൽ ക്രിസ്തു പ്രവേശിക്കുന്നത് സമാധാനത്തിന്റെ രാജാവാണ്. ഒരു ഉടമ്പടി. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നഷ്ടപ്പെട്ടു പോയ ഉടമ്പടി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. ദൈവവും മനുഷ്യനുമായി നഷ്ടപ്പെട്ടു പോയ സമാധാനത്തിന്റെ കൽപ്പനകൾ പുനഃസ്ഥാപിക്കാനും മനുഷ്യരും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് സമാധാന രാജാവായ യേശു ക്രിസ്തു കടന്നു വന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്നും എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വം കർത്താവിന്റെ കഴുതകളായി മാറുക. സമാധാനം, കർത്താവിന്റെ സമാധാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ എത്തിക്കാൻ ഉപകരണമായി മാറുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അറിയാം. ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ഈ പീഡനങ്ങളുടെ നടുവിലും നമ്മൾ നിശബ്ദതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ക്ഷമിച്ച് പ്രാർത്ഥിച്ച്, സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് സമാധാന പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. സമാധാനം കൊടുക്കുന്നവരാകുക, സമാധാനം സ്വീകരിക്കുന്നവരാകുക. ഞാൻ അണക്കര പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് സംഘത്തിൽ ചെല്ലുമ്പോൾ അവിടെ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, ദേവാലയം പോലെ തന്നെ പരിശുദ്ധമാണ് സംഗീതം, അതുകൊണ്ട് ഇവിടെ ഒന്നും സംസാരിക്കരുത്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും സംസാരം കേട്ടു. സംസാരം കേട്ടപ്പോൾ ഞാൻ ഇതിനെ വിളിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഈ ബഹളം വെക്കുന്നത്, സംസാരിക്കുന്നത്, എന്താ തർക്കം? അപ്പൊ അവരോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ സംശയിക്കുന്നത്, ഞങ്ങൾ തർക്കിക്കുന്നത് ഇതാണ്, ആരാണ് സമാധാനം കൊടുക്കുന്നതെന്ന് ഉള്ള തീരുമാനം എടുക്കുക. ആരാണ് സമാധാനം കൊടുക്കുന്നത്? സീറോ മലബാർ സഭയുടെ വിശുദ്ധ ബലിയുടെ മധ്യേ ശുശ്രൂഷയുടെ സമാധാനം കൊടുക്കാനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പോകാറുണ്ട്. ആ സമാധാനം കൊടുക്കുന്നത് ആരാണെന്ന് തർക്കത്തില്ല. എല്ലാവർക്കും പോകാൻ മടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്, ആര് ആർക്ക് സമാധാനം കൊടുക്കും? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, എന്നാൽ ആര് ആർക്ക് സമാധാനം കൊടുക്കും? പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം എന്റെ കൂടെ ജീവിക്കുന്നവർക്ക് സമാധാനം നൽകുന്നതായിരിക്കണം, സന്തോഷം നൽകുന്നതായിരിക്കണം. അതിന് ആവശ്യം, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പോലെ നമ്മൾ സഹിക്കേണ്ടി വരും. നീ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന വ്യക്തിയായി മാറണമെങ്കിൽ നീ ക്രിസ്തുവിനെ പോലെ ചില സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് നിന്റെ ഭവനത്തില്, നിന്റെ കൂട്ടായ്മയില് പറയാൻ പറ്റില്ലെന്ന് വരും. ഒരുപക്ഷെ നിന്റെ വായിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് വരും. അതൊരു സഹനമായി ഏറ്റെടുത്ത് പരിശുദ്ധാത്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടി വരും. നീ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ പറ്റില്ലെന്ന് വരും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നതുമായ ഒക്കെ ചെയ്യണം. എന്റെ ഇഷ്ടം, ഞാൻ എന്റെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമാധാനം നഷ്ടപ്പെടും. ക്രിസ്തു അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നത്. യേശു ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നു. അതുകൊണ്ട് അവൻ സഹനങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് സമാധാനം നൽകി. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ജീവിക്കുന്ന ഞാൻ, എന്റെ കുടുംബം സന്തോഷപ്രദമാകണമെങ്കിൽ, സമൂഹത്തിൽ ജീവിക്കുന്ന ഞാൻ, എന്റെ സമൂഹം സന്തോഷപ്രദമാകണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തിക്കല്ല സ്ഥാനം കൊടുക്കുന്നത്. പകരം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ, എന്റെ സമൂഹത്തിലുള്ളവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ഞാൻ എന്റെ പ്രവൃത്തികളെ മാറ്റിവെച്ച് അവർക്ക് സമാധാനം കിട്ടുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന ഞായറാഴ്ച നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. വേറെ ഒരിടത്തുമല്ല നമ്മൾ കഴുതകളായി മാറേണ്ടത്. നമ്മൾ കഴുതകളായി മാറേണ്ടത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ്. നീ ജീവിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്തുവിനെ കയറ്റിക്കൊണ്ട് സമാധാനത്തോടെ ജെറുസലേമിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കഴുതയായി നീ മാറണം. നിന്റെ കുടുംബം സ്വർഗമാകണമെങ്കിൽ, നിന്റെ കുടുംബം ജെറുസലേമാകണമെങ്കിൽ, നിന്റെ കുടുംബം ദേവാലയമാകണമെങ്കിൽ, ജെറുസലേം എന്ന് പറയുന്നത് ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ്. നിന്റെ കുടുംബം ദേവാലയമാകണമെങ്കിൽ നീ സഹനങ്ങൾ ഏറ്റെടുത്ത് നീ നിന്റെ സംസാര രീതിയും നിന്റെ പ്രവർത്തന രീതിയും യേശുവിനെ പോലെ പിതാവിന്റെ ഇഷ്ടമുള്ളത് മാത്രം ഞാൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുടുംബം ദേവാലയമായി മാറും, നിന്റെ കുടുംബം ജെറുസലേമായി മാറും, നിന്റെ കുടുംബം സ്വർഗമായി മാറും, നിന്റെ സമൂഹം സ്വർഗമായി മാറും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു വിധത്തിലും കഴുതകളാകാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിനെ ചുമക്കുന്ന കഴുതകള്, ക്രിസ്തുവിനെ ചുമക്കുന്ന കഴുതകളായി മാറണമെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അനാവശ്യമായ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ
നമ്മുടെ കുടുംബത്തിലെ സമാധാനം ഒത്തിരിയേറെ നഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട്, ഇത്രയൊക്കെ സഭയിൽ പീഡനമുണ്ടായിട്ട്, ഇത്രയൊക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് സഭയുടെ അധികാരികൾ, മെത്രാന്മാര്, മാർപ്പാപ്പ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്, എന്തെങ്കിലും പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടുകൂടെ? പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം, ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം സമാധാനം കൊടുക്കുന്നവരാകുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരാകുക, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ അനുവാദം കൊടുക്കുക. സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ, സമാധാനത്തോടെ സന്തോഷത്തോടെ സമൂഹ ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും. അതുകൊണ്ടാണ് സഭ കാത്തിരിക്കുന്നത്, ക്രിസ്ത്യാനികൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകാം. ലോകത്തെമ്പാടും പീഡനം അനുഭവിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും നമുക്ക് ഈ ബലിയിൽ ചേർത്ത് വയ്ക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹനത്തോടെ ക്രിസ്തുവിന്റെ സമാധാനം പങ്കുവയ്ക്കാൻ അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവം അവർക്ക് ശക്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.